ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. 27ാമത്തെ ലെവലിലെ 1ാമത്തെ ചോദ്യം. ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ്: നിശബ്ദ മേഖലകളിൽ നിങ്ങൾ ഹോൺ മുഴക്കരുത്, നിങ്ങൾ മൾട്ടി ഹോണുള്ള ഹോൺ ഉപയോഗിക്കരുത്, അനാവശ്യ ശബ്ദമുണ്ടാക്കി വാഹനം ഓടിക്കരുത്, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ: മുകളിൽ പറഞ്ഞവയെല്ലാം. 2ാമത്തെ ചോദ്യം. ചരക്ക് വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് യാത്രക്കാരെ കൊണ്ടുപോകാം. ഓപ്ഷൻസ്: ട്രെയിലറിൽ, വാഹനത്തിൻ്റെ ചരക്കിനൊപ്പം കൂലിക്കോ പ്രതിഫലത്തിനോ വേണ്ടി യാത്രക്കാരെ കയറ്റാൻ പാടില്ല. ചരക്ക് വാഹനത്തിൽ. ആൻസർ: ഓപ്ഷൻ ഡി, യാത്രക്കാരെ കയറ്റാൻ പാടില്ല അല്ലെങ്കിൽ കയറ്റാൻ കഴിയില്ല. വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം രേഖകൾ കൊണ്ടുപോകേണ്ടതില്ല? ഓപ്ഷൻസ്: ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻവോയ്സ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാൽ ഇനി പറയുന്നവയിൽ ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻസ്: യൂണിഫോമിലുള്ള പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ, യൂണിഫോമിലുള്ള ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ, സർക്കാർ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ ഒരു 3 ആൾക്കാരും രേഖകൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ നിർബന്ധസ്ഥരാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഉത്തരം. ബ്രേക്ക് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഗിയറുകളുടെ സഹായത്തോടെ വാഹനം നിർത്തുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: ഗിയർ ന്യൂട്രലിലേക്ക് കൊണ്ടുവരുന്നു, എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, ഗിയറുകൾ ഓരോന്നായി താഴ്ത്തുന്നു, ക്ലച്ചും ബ്രേക്കും ഒരേ സമയം അമർത്തുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 6ാമത്തെ ചോദ്യം. ഇനി പറയുന്നവയിൽ ഏതാണ് വാഹനം ഓടിക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുന്നത്? ഉച്ചത്തിലുള്ള സംഗീതം, ഒരു യാത്രക്കാരനുമായി തർക്കം, മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇത് 3ഉം ഉത്തരമാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു നീണ്ട യാത്രയുടെ വിരസത നിങ്ങൾക്ക് ഉറക്കം വരാൻ ഇടയാക്കും. അതിനാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം. 7ാമത്തെ ചോദ്യം. റോഡ് വിട്ട് വാഹനം നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി വിശ്രമിക്കുക. ചുറ്റുമുള്ള ഭൂപ്രകൃതിയിലേക്ക് നോക്കി ഭംഗി ആസ്വദിക്കുക. നിങ്ങളുടെ യാത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. വിശ്രമത്തിനായി വാഹനം റോഡിൻ്റെ ഷോൾഡറിൽ നിർത്തുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തിയിട്ട് വിശ്രമിക്കുക. 8ാമത് ചോദ്യം. 15-16 വയസ്സുള്ള 2 കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും നിങ്ങൾ കാറിൽ കയറ്റുന്നു. കുട്ടികൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ലെന്ന് കണ്ടാൽ ആരാണ് ഉത്തരവാദി? കുട്ടികളുടെ മാതാപിതാക്കൾ, ആ വാഹനത്തിന് ഡ്രൈവറായ നിങ്ങൾ, മുൻ സീറ്റ് യാത്രക്കാരൻ, കുട്ടികൾ. 16-15 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വാഹനത്തിന് ഡ്രൈവറായ നിങ്ങളാണ് ഉത്തരവാദി. 9ാമത്തെ ചോദ്യം. ശബ്ദമലിനീകരണം കാരണമായേക്കാം. താഴെ പറയുന്നവയിൽ എന്തൊക്കെ? മാനസിക സന്തുലിതാവസ്ഥയെ തെറ്റുന്നതിന്, ഡ്രൈവറുടെ ഏകാഗ്രത, കേൾവി ശക്തി, മുകളിൽ പറഞ്ഞവയെല്ലാം. സ്വാഭാവികമായി ഇതിൻ്റെ ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ 3 കാര്യങ്ങളുമാണ് ഉത്തരം. 10ാമത്തെ ചോദ്യം. ഒരു ഡ്രൈവർ നിങ്ങളോട് മോശമായ ആംഗ്യം കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് അവരെ അറിയിക്കുക, നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ നിരവധി തവണ ഫ്ലാഷ് ചെയ്യുക, നിങ്ങളുടെ ഹോൺ മുഴക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 11. എൽ ചിഹ്നം പതിച്ച ഒരു വാഹനം റോഡിൽ കണ്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം? എൽ ചിഹ്നം മീൻസ് ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്നത് എക്സാം എഴുതാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ഈ എക്സാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു എൽ ബോർഡ് ഒട്ടിക്കും. അത് പതിച്ച ഒരു വാഹനം റോഡിൽ കണ്ടാൽ, ഓപ്ഷൻസ്: നിങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവരുടെ മുന്നറിയിപ്പ് നൽകാൻ നിങ്ങളുടെ ഹോൺ മുഴക്കുക, ക്ഷമയോടെ അവരുടെ മന്ദഗതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറാകുക, മുന്നോട്ട് പോകുന്നത് അവർക്ക് സുരക്ഷിതമാണെന്ന് സൂചിപ്പിക്കാൻ നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുക, എത്രയും വേഗം അവരെ മറികടക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്ഷമയോടെ അവരുടെ മന്ദഗതിയിലുള്ള പ്രതികരണത്തിന് തയ്യാറാകുക.
12 വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ച് പെഡൽ ഏറെ നേരം ചവിട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ന്യൂട്രലിൽ കൂടുതൽ നേരം വാഹനം ഓടാൻ അനുവദിക്കുകയോ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം എന്താണ്? കൂടുതൽ ഇന്ധനം ഉപയോഗിക്കും, എൻജിൻ അമിതമായി ചൂടാകാൻ കാരണമാകുന്നു, നിങ്ങളുടെ നിയന്ത്രണം കുറയുന്നു, ടയർ തേയ്മാനം മെച്ചപ്പെടുത്തുന്നു. ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ നിയന്ത്രണം കുറയുന്നു. 13ാമത്തെ ചോദ്യം, നിങ്ങളുടെ വാഹനം കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ ക്ലച്ച് ചവിട്ടി ഇറക്കുന്നതും അല്ലെങ്കിൽ ഗിയർ ന്യൂട്രലിലാക്കി വാഹനം പോകുന്നതും അപകടകരമാകുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ: കൂടുതൽ ഇന്ധനം ഉപയോഗിക്കും, നിങ്ങളുടെ വാഹനം വേഗത കൂടുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യും, എൻജിൻ അമിതമായി ചൂടാകാൻ കാരണമാകുകയും എൻജിന് കേടുവരുത്തുകയും ചെയ്യും, ടയർ തേയ്മാനം മെച്ചപ്പെടുത്തുന്നു. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 14ാമത്തെ ചോദ്യം, നിങ്ങൾ കനത്ത മഴയിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡാഷ് സാധ്യതയുണ്ട്: വർദ്ധിക്കുവാൻ, കുറയുവാൻ, 10 ഇരട്ടി വരെ കൂടാൻ, അതേപടി തുടരുവാൻ. ഇതിൻ്റെ ഉത്തരം വർദ്ധിക്കുവാൻ. പൊതു റോഡുകളിൽ വാഹനം ഓടിക്കുന്നതിന് നിയമപരമായ മിനിമം ഇൻഷുറൻസ് പരിരക്ഷ എന്താണ്? തേർഡ് പാർട്ടിയും തീ പാർട്ടിയും മോഷണവും കവർ ചെയ്യണം. പൂർണ്ണ പരിരക്ഷയുള്ളവ, തേർഡ് പാർട്ടി മാത്രം വ്യക്തിഗത പരിക്ക് കവർ ചെയ്യുന്നവ. അവിടെ എന്തോ ഓപ്ഷൻ എയിൽ കുറച്ച് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഉത്തരം തേർഡ് പാർട്ടിയാണ്. 16ാമത്തെ ചോദ്യം, നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയിരിക്കുന്നു. ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് രജിസ്ട്രിങ് അതോറിറ്റി എപ്പോഴാണ് അറിയിക്കേണ്ടത്? 14 ദിവസത്തിനുള്ളിൽ, 28 ദിവസത്തിനുള്ളിൽ, 1 മാസത്തിനുള്ളിൽ, നിങ്ങളത് ഇൻഷുർ ചെയ്യുമ്പോൾ മാത്രം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ വാഹനം പിടിച്ചെടുക്കാൻ കഴിയുക? രജിസ്ട്രേഷൻ ഇല്ലാതെ ഓടിക്കുമ്പോൾ, അനാവശ്യമായ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ, രജിസ്ട്രേഷൻ നമ്പറുകൾ തെറ്റായ അളവുകളിൽ എഴുതുമ്പോൾ, വാഹന രൂപമാറ്റം വരുത്തുമ്പോൾ. രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോഴാണ് ഉത്തരം. 18 സിഗ്നൽ ഇല്ലാത്ത കാൽനട ക്രോസിങ്ങിനെ സംബന്ധിച്ച് നിയമത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? വേഗത കൂട്ടുക, എന്നാൽ കാൽനട ക്രോസിങ്ങിലുള്ള കാൽനട യാത്രക്കാരെ ഇടിക്കുന്നത് ഒഴിവാക്കുക, വേഗത കുറച്ച് മുന്നോട്ട് പോകുക, കാൽനട ക്രോസിങ്ങിലുള്ള കാൽനട യാത്രക്കാർക്ക് നിർത്തി മുൻഗണന നൽകുക, വേഗത കൂട്ടുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 19ാമത്തെ ചോദ്യം, രാത്രിയിൽ മറ്റ് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ നിങ്ങളുടെ നേരെ ഫ്ലാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യമെങ്കിൽ വേഗത കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുക, റോഡിൻ്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുകയും വേഗത കുറയ്ക്കുകയും ഹെഡ്ലൈറ്റുകൾ ലോ ബീമിലാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ തുടർച്ചയായി ഫ്ലാഷ് ചെയ്യുക, വാഹനത്തിൻ്റെ വേഗത കൂട്ടുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കവർ നോട്ട് എന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് നൽകുന്ന ഒരു രേഖയാണ്. എന്തിനു മുമ്പ് ലഭിക്കുന്നത്? ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, PUCC സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ ഉത്തരം ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ലെവൽ 27 മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലെവൽ 26 വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.